അമ്മയുടെ പഴയ സാരിയിൽ ഒരു കുർത്തി ചെയ്താലോ? ഡാമേജ് ആയപ്പോൾ അമ്മ ഉടുക്കാതെ മാറ്റി വെച്ചതായിരുന്നു ഈ സാരി. പ്ലെയിൻ വിത്ത് ബോർഡർ ടൈപ്പിലാണ് ഈ സാരി. എൻ്റെ മെഷർമെൻ്റ് ഒക്കെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് അതിൻ്റെ ബോർഡർ പോർഷൻ അവോയ്ഡ് ചെയ്തിട്ടാണ് ഞാൻ ഈ കുർത്തി സ്റ്റിച്ച് ചെയ്തത്. ഈ കുർത്തി ഒരു സെൻറ്റർ ബോക്സ് പ്ലീറ്റഡ് ടൈപ്പിലാണ് ചെയ്തിരിക്കുന്നത്, ഒരു എ ലൈൻ കുർത്തി. അപ്പോൾ ഔട്ട്ലുക്ക് കണ്ടാലോ? സെൻറ്റർ ബോക്സ് പ്ലീറ്റഡ് ടൈപ്പ് കുർത്തികളെല്ലാം കൂടുതലായിട്ട് ഒരു വീനെക്ക് പാറ്റേണിലാണ്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് ഒരു പീറ്റർ പാൻ കോളർ നെക്കിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ആദ്യം ഞാൻ വിചാരിച്ചു പീറ്റർ പാൻ കോളറിൽ ഫുള്ള് ഹെവി ബീഡ്സ് ചെയ്യാം എന്നായിരുന്നു. പിന്നെ അത് മാറ്റി അതൊരു സിമ്പിൾ കട്ട് ബീഡ്സ് വർക്ക് മാത്രമാക്കി കൊടുത്തു. കാരണം സമയമില്ലാതെ തന്നെ, കാരണം ഇത് സ്റ്റിച്ച് ചെയ്ത് ഇതിട്ടിട്ടായിരുന്നു ഞാൻ അമ്പലത്തിൽ പോയത്. ഇത് കാണുമ്പോൾ ഇതിൻ്റെ ലൈനിങ് എന്താ ഡിഫറെൻ്റ് ആക്കി കൊടുത്തിരിക്കുന്നതെന്ന് തോന്നും. കാരണം ഇതിൻ്റെ പ്രോപ്പർ കളർ ലൈനിങ് കൊടുത്തു കഴിയുമ്പോൾ അത് ഭയങ്കര ബ്രൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കോൺട്രാസ്റ്റ് ആയിട്ട് ഓറഞ്ച് കളറിൽ അത് പുറത്തേക്ക് നല്ല ഭംഗിയായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു ആ കളർ ലൈനിങ് ആക്കി കൊടുക്കുമ്പോൾ. അപ്പോൾ ഇതൊരു സെമി ജൂട്ട് ടൈപ്പ് മെറ്റീരിയൽ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തിരി പറന്ന് നിൽക്കുന്ന ടൈപ്പാണ് ഇത്. പിന്നെ പീറ്റർ പാൻ കോളർ നെക്കാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് ഇതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതൊരു ഡബിൾ കളർ ആയതുകൊണ്ട് തന്നെ കളറ് കുറഞ്ഞ ആളുകൾക്കും ഇത് നല്ല ബ്രൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. ഒരു ഫോട്ടോഷൂട്ട് ആയാലോ?